എക്രോസ് ദ ഗ്ലോബ് എല്ലാ ഭാഗത്തു നിന്നും ദുബായിലേക്ക് ഒരുപാട് ആളുകൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള മേജർ ഡൗട്ടാണ്, ഇത് വാങ്ങാൻ പറ്റിയ ടൈമാണോ, അടുത്ത വർഷം വാങ്ങാൻ പറ്റിയ 2026 എന്ന് പറയുന്ന ഇയർ വാങ്ങാൻ പറ്റിയ ടൈമാണോ, ദുബായ് ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ക്രാഷ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ നേരിടാൻ സാധ്യതയുണ്ടോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. ആ ഡൗട്ട് കാരണം ദുബായിൽ പലരും പ്രോപ്പർട്ടി വാങ്ങാൻ വിമുഖത കാണിക്കാറുണ്ട്. ടെൻഷനാണ്. ഒന്ന് വെയിറ്റ് ചെയ്താൽ ദുബായിലെ പ്രോപ്പർട്ടി പ്രൈസ് ഇനിയും കുറഞ്ഞാലോ, അല്ലെങ്കിൽ ദുബായ് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇതൊക്കെ ആര് താമസിക്കാനാണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ പല പല ടെൻഷൻസ് എക്രോസ് ഗ്ലോബിൽ നിന്ന് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക. പിന്നെ 2026 ഒരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങാൻ പറ്റിയ ടൈമാണോ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ ടൈമാണോ എന്ന് ചോദിക്കുന്നവരോടാണ്. ദുബായിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ ടൈം ഇല്ല. അതായത് നല്ല സമയം ചീത്ത സമയം അങ്ങനെയൊന്നും റിയൽ എസ്റ്റേറ്റിൽ ശരിക്കും ഇല്ല. നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സമയം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അല്ലാതെ ദുബായിലെ പ്രോപ്പർട്ടി പ്രൈസോ ദുബായിയുടെ മാർക്കറ്റിന് ഒരു നല്ല സമയമോ ചീത്ത സമയമോ ഇല്ല. നല്ല സമയമാണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടി മോശമാണെങ്കിലും നിങ്ങളുടെ ചോയ്സ് തെറ്റായേക്കാം. അപ്പോൾ സമയമല്ല, വാങ്ങുന്ന പ്രോപ്പർട്ടിയുടെ ക്വാളിറ്റി, ഡെവലപ്പർ ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും ഒരു 5-6 മേജർ ഫാക്ടേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് ഇൻലൈൻ വന്നാൽ നിങ്ങളുടെ സമയം, ദുബായിലെ മാർക്കറ്റിൻ്റെ സമയം മോശമാണെങ്കിൽ പോലും നമ്മുടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് റോങ് ആവില്ല. പല ആൾക്കാരെ എനിക്കറിയാം. ദുബായിൽ 2021 ഞാൻ മീറ്റ് ചെയ്ത പല എൻ്റെ കസ്റ്റമേഴ്സും ആ സമയത്ത് വാങ്ങാതെ വെയിറ്റ് ചെയ്ത് 2025 ഡബിൾ പ്രൈസ് കൊടുത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ച ആൾക്കാരെ വരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അന്ന് വാങ്ങിച്ചവർ ഡബിൾ പ്രൈസ് ഉണ്ടാക്കുകയും ചെയ്തു, ഇന്ന് വാങ്ങിച്ചവർ ഡബിൾ പ്രൈസ് നഷ്ടം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്ന് വെച്ചിട്ട് ഇപ്പോഴും പ്രൈസ് പോയിൻ്റ് ദുബായിൽ കുറവാണ് കമ്പയർഡ് ടു കേരള. കൊച്ചിയിൽ ഇപ്പോൾ പനമ്പള്ളി നഗറോ കാക്കനാടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദുബായിൽ ഇപ്പോഴും പ്രോപ്പർട്ടി പ്രൈസ് കുറവാണ്. പെർ സ്ക്വയർ ഫീറ്റ് 25,000 റുപ്പീസ് മുതൽ ദുബായിൽ ഇപ്പോഴും നല്ല ഡെവലപ്പേഴ്സിൻ്റെ നല്ല ലൊക്കേഷനിൽ നല്ല കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുകളിൽ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അതും നല്ല പേയ്മെൻറ്റ് പ്ലാനും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നല്ല പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ലിവറേജ് എന്ന് പറയും. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ലിവറേജ് എന്നാണ് നമ്മൾ ആ ടെർമിനോളജി യൂസ് ചെയ്യുന്നത്. അതായത് 100 രൂപയുടെ സാധനം 30-40 രൂപ മാത്രം മുടക്കിക്കൊണ്ട്, അതും ഈ 30-40 രൂപ സർട്ടൈൻ ടൈം കൊണ്ട് മുടക്കിക്കൊണ്ട് ബാക്കിയുള്ള 60 രൂപ ബാങ്കിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരുടെയും ആദ്യത്തെ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. 2026 അടുത്ത വർഷം ദുബായിൽ ഒരു കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അതിനുള്ള ആൻസർ ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ വേൾഡിലെ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ നമ്മൾ ചെക്ക് ചെയ്താൽ വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് ഹെവൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ദുബായ്. വേൾഡിലെ 4ാമത്തെ സേഫസ്റ്റ് സിറ്റിയാണ് ദുബായ്. 0 ടാക്സ് ആണ്. പ്രോപ്പർട്ടി വാങ്ങാനോ പ്രോപ്പർട്ടി വിൽക്കാനോ ഇൻകം ടാക്സോ അങ്ങനെ ഒരു കാര്യവും ദുബായിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡിലെ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവനാണ് ദുബായ്. ഒരു 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു സ്വിറ്റ്സർലാൻഡ്, അതേ മോഡലാണ് ദുബായ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ദുബായ് ഫോളോ ചെയ്യുന്നത് സിംഗപ്പൂർ മോഡലുമാണ്. അപ്പോൾ ഒരു ഗ്രോത്തിനുള്ള സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്. ഇനി 2026 ഒരു പ്രൈസ് കറക്ഷൻ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ വരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ, പ്രൈസ് കറക്ഷൻ ഉണ്ടാവുന്നത് ഒരു സ്ഥലത്ത്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ പ്രൈസ് കറക്ഷൻ ഉണ്ടാകുന്നത് ഒരു സ്ഥലത്ത് ഒരുപാട് പ്രോപ്പർട്ടീസും അവിടെ താമസിക്കാൻ വളരെ കുറച്ച് ആൾക്കാരുള്ളപ്പോഴാണ് ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസ് കുറയുന്നത് അല്ലെങ്കിൽ റെൻറ്റ് കുറയുന്നത്. ദുബായിലെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ദുബായിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം 2 ലക്ഷം ആളുകളാണ് ദുബായിലേക്ക് എത്തിയത്. അതിൽ ഒരു 30% ഇൻവെസ്റ്റർ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഹൗസിങ് ഇപ്പോഴും ദുബായിലില്ല. ആ ഹൗസിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ദുബായിലെ പ്രോപ്പർട്ടി പ്രൈസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടോ വെച്ചാൽ കൂടിയിട്ടുണ്ട്, പക്ഷേ കമ്പയർഡ് ടു കൊച്ചി ഇപ്പോഴും പ്രൈസ് കുറവാണ്. അപ്പോൾ അത് സിംഗപ്പൂർ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 3-4 ടൈംസ് പ്രൈസ് കൂടിയാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് പ്രൈസ് കറക്ഷനോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത്. ഇപ്പോൾ 2 കോടി രൂപയ്ക്ക് ദുബായിൽ അപ്പാർട്ട്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 1.5 കോടി രൂപയ്ക്ക് ദുബായിൽ അപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഒരു 3-4 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന വിലയ്ക്ക് ഒരിക്കലും ദുബായിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല. ഇനി നമ്മൾ ബാക്ക് ടു എഗെയിൻ 2026 കറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുബായിൽ അടുത്ത വർഷം ഏകദേശം 60,000 യൂണിറ്റുകളാണ് കംപ്ലീഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊജക്റ്റും ഓൺ ടൈം കംപ്ലീറ്റ് ആവാറില്ല. ആയാൽ തന്നെ ആ ഒരു എൻ്റയർ ബിൽഡിങ് എൻ്റയർ ആൾക്കാരിലേക്കും ഹാൻഡ് ഓവറായി എത്താൻ ഏകദേശം ഒരു 1 ഇയർ സമയമെടുക്കും. കാരണം ഓരോ യൂണിറ്റ് ബൈ യൂണിറ്റ് ആണ് ഓരോ ബയേഴ്സ് വന്ന് ഹാൻഡ് ഓവർ എടുക്കുന്നത്. അതിലെ സ്നാഗിങ്ങും ഓരോ റെക്ടിഫിക്കേഷൻസും ഓരോ ചേഞ്ചസും എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കീ കിട്ടുമ്പോഴേക്കും എന്തായാലും നമുക്കൊരു 6 to 7 months എടുക്കും. അപ്പോൾ ഒരു 50,000 to 60,000 ആണ് അടുത്ത വർഷത്തേക്കുള്ള ഒരു സപ്ലൈ പ്ലാൻ, ഡെലിവറി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഫുൾ യൂണിറ്റുകളും ഡെലിവർ ആവില്ല. അതിലൊരു 30,000 യൂണിറ്റുകൾ മാത്രമേ ഡെലിവർ ആവുള്ളൂ. അപ്പോൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത് 30,000 to 35,000 യൂണിറ്റ്സ് ആണ്. ഈ വർഷം മാത്രം 2 ലക്ഷം ആളുകളാണ് വന്നത്, 2,35,000 യൂണിറ്റ്. അപ്പോൾ ഈ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം സ്റ്റിൽ
അണ്ടർ സപ്ലൈ ആണ്. ദുബായിൽ പ്രോപ്പർട്ടീസ് ഇപ്പോഴും സപ്ലൈ കുറവാണ്. അടുത്ത വർഷം ഇനിയും ഈ പറഞ്ഞ 2 ലക്ഷം എന്നുള്ളത് 3 ലക്ഷം ആയി കഴിഞ്ഞാൽ അപ്പോഴും യൂണിറ്റുകൾ കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നതനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസിന് ഡിമാൻഡ് കൂടും. പോപ്പുലേഷൻ ഗ്രോത്തിനെക്കാട്ടും കൂടുതൽ പ്രോപ്പർട്ടീസ് ഡെലിവറി ചെയ്താൽ മാത്രമേ ഒരു കറക്ഷനുള്ള സ്കോപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നാച്ചുറൽ കലാമിറ്റി, കോവിഡ് പോലെ അല്ലെങ്കിൽ വേറൊരു ഫാക്ടർ ദുബായിൽ വന്നില്ലെങ്കിൽ 100% ദുബായിലെ പ്രൈസ് മുകളിലോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കറക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു കറക്ഷനുള്ള സ്കോപ്പില്ല. ഇനി പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ ടൈമാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. പ്രോപ്പർട്ടി വാങ്ങാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ടൈമൊന്നുമില്ല. നിങ്ങൾ വാങ്ങുന്നത് മോശം ടൈമിലാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. എങ്ങനെയാണ് നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത്? നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആദ്യം വേണ്ടത് ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ പലരും പല പ്ലാനിങ്ങിലായിരിക്കും പ്രോപ്പർട്ടീസ് വാങ്ങുന്നത്. ഇപ്പോൾ ഒരു റെൻ്റൽ റിട്ടേൺസ് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ വിലയിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നമുക്ക് ആ റെൻ്റൽ റേഷ്യോ, അതായത് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റും. അതായത് അതിനെ കാൽക്കുലേഷനിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 900 to 1 million റേഞ്ചിലുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ ദുബായിൽ ആവറേജ് 1 bedroomൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 75,000 to 80,000 dirhams ആണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു 1 bedroom അപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾ വാങ്ങുന്നത്, ഒരു 1 million റേഞ്ചിലാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 80,000 വരെ 1 bedroomന് റെൻ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 8% വരെ നമുക്ക് റിട്ടേൺസ്, അതിൽ സർവീസ് ചാർജൊക്കെ മൈനസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു 7 to 8% നിങ്ങൾക്ക് ഈസി ആയിട്ട് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾ അതേ ഒരു ടൈപ്പിലുള്ള അതേ സൈസുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് സിറ്റിയിൽ പോയിട്ടാണ് വാങ്ങുന്നത്, 2.5 million to 3 million കൊടുത്തൊരു 1 bedroom വാങ്ങുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സൈസ് 700 or 800 square feet 1 bedroom 2-3 million വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം, ഒരാളും ഒരു 1 bedroomന് 2 ലക്ഷം dirhams ഒന്നും റെൻറ്റ് തരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും ചെറിയൊരു ലേ ഔട്ടുള്ളൊരു യൂണിറ്റ് വലിയ എമൗണ്ട് കൊടുത്ത് നമ്മൾ സിറ്റിക്കകത്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊരു എയർബിഎൻബി മോഡലിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും ചലഞ്ചസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ഒരു 2 million അല്ലെങ്കിൽ 2.5 million കൊടുത്തൊരു 1 bedroom അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചാൽ 2 ലക്ഷം dirhamsെങ്കിലും കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 7 to 8% റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 2 ലക്ഷം dirhams റെൻറ്റ് കൊടുക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു ടൗൺ ഹൗസ് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ലക്ഷം dirhams കൊടുത്ത ഒരാളും ഒരു 1 bedroom അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു 130-140 ആണ് നമ്മൾ ഐഡിയലി എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ലോങ് ടേം സ്റ്റേക്ക്. അപ്പോൾ ലോങ് ടേം സ്റ്റേക്ക് 140,000 കൊടുത്ത് നമ്മൾ ഒരാൾ സ്റ്റേ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി വാല്യൂ 2 million എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു 7% പോലും റിട്ടേൺസ് കിട്ടില്ല. അപ്പോൾ റിട്ടേൺസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന ലൊക്കേഷനും ഡെവലപ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ 2 million കൊടുത്തൊരു സിംഗിൾ 1 bedroom അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന വിലയ്ക്ക് ആ 2 million കൊടുത്ത് 2 1 bedroom അപ്പാർട്ട്മെൻറ്റ് നല്ല ഡീസൻറ്റ് ലൊക്കേഷനിൽ ഡീസൻറ്റ് റെൻറ്റ് കിട്ടുന്ന ലൊക്കേഷനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 7 to 8% റിട്ടേൺസും കിട്ടും, നമ്മുടെ റിസ്ക്കും കുറയും. ഇനി നിങ്ങളുടെ ഉദ്ദേശം ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അത് വിൽക്കാനുള്ള പ്ലാനിലാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ദുബായിൽ ഒരു വില്ലയോ ടൗൺ ഹൗസോ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു ഈസി ഫ്ലിപ്പിങ്ങിന് എപ്പോഴും നല്ലത് ഒരുപാട് ഡിമാൻഡുള്ള സാധനം പക്ഷേ സപ്ലൈ കുറയുന്ന ഒരു ഐറ്റം ആണെങ്കിൽ മാത്രമേ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 500 ടൗൺ ഹൗസോ വില്ലയോ ഉള്ളൊരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ 500 എണ്ണേ അവിടെ ഉള്ളൂ. ഡിമാൻഡ് ഉണ്ടെങ്കിൽ പോലും ആ സപ്ലൈ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ വരുന്ന സെല്ലിങ്ങിന് വരുന്ന ഓരോ യൂണിറ്റിനും നല്ല വാല്യൂ ഉണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് റീസെയിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിൽ തന്നെ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ പറയുമ്പോൾ അതിലൊരു ദുബായിൽ കണ്ടുവരുന്നൊരു സ്കാം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും പറയും ടൗൺ ഹൗസോ വില്ലാസോ നിങ്ങൾ വാങ്ങിക്കൂ, 10-20% അടച്ചു കഴിഞ്ഞാൽ റീസെയിൽ ചെയ്യാം എന്നുള്ളൊരു രീതി. അങ്ങനത്തെ ഒരു പരിപാടിയും ദുബായിലില്ല. സ്കാമിനുള്ള സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് വെറുതെ പറയുന്നതാണ്. അപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഇല്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പല പല ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു 5 million ഒരു വില്ല അല്ലെങ്കിൽ ഒരു ടൗൺ ഹൗസ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു 40% എങ്കിലും പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഡെവലപ്പർ തരുള്ളൂ. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഡെവലപ്പർ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രോപ്പർട്ടി വാല്യൂൻ്റെ 40% എങ്കിലും അടച്ചിരിക്കണം. അത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂളാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് വിറ്റ് തരാമെന്ന് പറയുന്നത് ഒരു സ്കാമാണ്. അതിൽ പോയി പെടാതിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ നല്ല ടൈമില്ല. മോശം ടൈമാണെങ്കിൽ നല്ല പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ സേഫ് ആയിരിക്കും. അത് ലോകത്ത് എവിടെയാണെങ്കിലും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഓണർ പറയുന്നത് പോലെ വേൾഡിൽ എന്നും സേഫ് ആയിട്ടുള്ള 2 ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അതൊന്നും ഗോൾഡും ഒന്ന് റിയൽ എസ്റ്റേറ്റുമാണ്. ഗോൾഡ് നമുക്കൊരിക്കലും റിട്ടേൺസ് കിട്ടുന്നില്ല, പ്രോപ്പർട്ടീസ് റിട്ടേൺസെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ റിട്ടേൺസും ക്യാപിറ്റൽ അപ്രീസിയേഷനും ഒരേ ടൈമിൽ കിട്ടുന്ന ഒരേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അപ്രീസിയേഷനിലേക്ക് പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ലൊരു പ്രോപ്പർട്ടി ഡിമാൻഡുള്ള ഒരു ലൊക്കേഷനിൽ നല്ലൊരു ടൗൺ ഹൗസോ ഇല്ല, അതായത് ദുബായിൽ സ്കേഴ്സിറ്റി ഉള്ളൊരു ടൈപ്പ് പ്രൊഡക്റ്റ്, അതായത് നമുക്ക് 4-5 പ്രൊഡക്റ്റ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ഓഫീസുകളാവാം, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളാവാം, അല്ലെങ്കിൽ ടൗൺ ഹൗസ് ആവാം, വില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കേഴ്സിറ്റി ഉള്ളത് ഓഫീസിനും ടൗൺ ഹൗസിനും വില്ലാസിനുമാണ്.
അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന 3 കാര്യങ്ങൾക്ക് നല്ല വിലയാണ്. നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് 1 മില്യൺ വാങ്ങുന്ന വിലയ്ക്ക് നമുക്കൊരു ഓഫീസോ ഒരു വില്ലയോ കിട്ടില്ല, ടൗൺ ഹൗസോ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ലെവൽ തന്നെ ഒരു 3 മില്യൺ ആയിരിക്കാം. ഈ 3 മില്യൺ നമുക്ക് നാട്ടിൽ 6.5 കോടി രൂപയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഇതുപോലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. 2-3 പേര് ചേർന്നും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുക. ഇനി ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നല്ല ഡെവലപ്പറെ ചൂസ് ചെയ്യുക, നല്ല ട്രാക്ക് റെക്കോർഡ് ചൂസ് ചെയ്യുക, ഡിസ്കൗണ്ടിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഓഫറുകളുടെ പുറകെ പോകാതിരിക്കുക. ചെറിയ 1-2% ലാഭത്തിന് വേണ്ടിയിട്ട് മോശമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആനയെ വാങ്ങുമ്പോൾ തോട്ടിയെ വാങ്ങുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ നല്ലൊരു പ്രോപ്പർട്ടി എപ്പോഴും നല്ലൊരു ഡെവലപ്പറിൻ്റെ നിന്ന് ഡിസ്കൗണ്ട് ഒന്നും നോക്കാണ്ട് നന്നായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലേ ഔട്ട്, നല്ല വ്യൂവും, നല്ല എല്ലാ രീതിയിലും എല്ലാം കംപ്ലൈ ആവുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും. ഇനി ഫൈനലി 2026 എങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങാമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ ഇതാണ്. 5 ഫാക്ടേഴ്സാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുക. അപ്പോൾ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ ട്രാക്ക് റെക്കോർഡുള്ള ഗവൺമെൻറ് ബാക്ക്ഡ് ഡെവലപ്പേഴ്സിനെ മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഡെവലപ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എംആർ, നഖീൽ, ദയാർ, വാസൽ, ദുബായ് ഹോൾഡിങ്സ്. ദുബായ് ഹോൾഡിങ്സിൻ്റെ അണ്ടറിലാണ് മീറാസ്, നഖീൽ പോലുള്ള ഡെവലപ്പേഴ്സ് വരുന്നത്. ഈ പറയുന്ന 7 ഡെവലപ്പേഴ്സാണ് ഗവൺമെൻറ് ബാക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ്. ഈ പറയുന്ന ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 100% ക്വാളിറ്റി, 100% റിലയബിലിറ്റി, നല്ല സേഫ്റ്റി, എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻഷുർ ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടീസ്. നിങ്ങൾ ദുബായ് എന്ന് പറയുന്ന സിറ്റീനെ ബിൽഡ് ചെയ്ത ഡെവലപ്പറാണ് എംആർ, നഖീലും. അപ്പോൾ അവരെ പോലെ തന്നെ ഈ പറയുന്ന ഒരു 7 ഡെവലപ്പേഴ്സും 100% സേഫാണ്. ഇനി അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ദുബായിൽ അഗെയിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ പോലും സ്ട്രോങ് ആയിട്ടുള്ള മാസ്റ്റർ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇനി ഈ പറയുന്ന ഗവൺമെൻറ് ബാക്ക്ഡ് അല്ലെങ്കിൽ പോലും Tier 1 കാറ്റഗറിയിൽ നല്ല ഡെവലപ്പേഴ്സ് ഉണ്ട്. അതിലും വളരെ ചൂസി ആയിട്ട് നല്ല ഡെവലപ്പേഴ്സ് ഇപ്പോൾ പറഞ്ഞ ബിങ്കാട്ടി നല്ല ഡെവലപ്പറാണ്, ഡമാക്ക് നല്ല ഡെവലപ്പറാണ്, അല്ലെങ്കിൽ ഒമ്നിയാത്ത് നല്ല ഡെവലപ്പറാണ്. ഇങ്ങനെയുള്ള നല്ല ഡെവലപ്പേഴ്സിനെ ചൂസ് ചെയ്യുക. Tier 2, Tier 3 കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5-6% ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ ഡിസ്കൗണ്ടിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റിന് ഒരിക്കലും ഡിസ്കൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് എനിക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വാക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറ്റി നിർത്തുക. ആ ഡിസ്കൗണ്ടിന് കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ ഡെവലപ്പർക്ക് കൊടുക്കുക, ഡെവലപ്പറുടെ ക്വാളിറ്റിക്ക് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വലിയൊരു വെൽത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ പറ്റും. 5%-ന് വേണ്ടിയിട്ട് 95% നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതാണ് എനിക്കൊരു അഡ്വൈസ് തരാനുള്ളത്. അപ്പോൾ നല്ല ഡെവലപ്പേഴ്സിന് നല്ല പ്രോപ്പർട്ടി പറഞ്ഞ ഗവൺമെൻറ് ബാക്ക്ഡ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ Tier 1 കാറ്റഗറിയിൽ വരുന്ന ഡെവലപ്പേഴ്സിനെ മാത്രം ചൂസ് ചെയ്യുക. അതാണ് അഡ്വൈസ് നമ്പർ 1. രണ്ടാമത്തെ അഡ്വൈസ്, എപ്പോഴും കുറച്ച് ലിവറേജ് ഉള്ള പേയ്മെൻറ്റ് പ്ലാൻ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർട്ടി ദുബായിൽ ഓഫ് പ്ലാനിലാണ് വാങ്ങുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല പേയ്മെൻറ്റ് പ്ലാൻ ചൂസ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പേയ്മെൻറ്റ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റാതെ വന്നാലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ടഫാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അധികം പൈസ കയ്യിൽ നിന്ന് ചിലവാക്കാത്ത രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ദുബായിൽ വലിയ പൈസ മുടക്കില്ലാതെ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടി വാങ്ങിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല നമ്മളിരിക്കുന്നത്, നമ്മൾ അഡ്വൈസ് ചെയ്യാം. നമ്മൾ 11 വർഷത്തോളമായി. എൻ്റെ ഇത്രനാളത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എൻ്റെ ടീം നമുക്കൊരു 100 മുകളിൽ ഏജൻസ് ഉണ്ട് കമ്പനിയിൽ. അപ്പോൾ ഇത്രയും പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു ഗൈഡൻസ്, അപ്പം നാളെ നിങ്ങൾക്കൊരു റിസ്ക് വന്നാൽ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം ELL പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ കൺസൾട്ടേഷൻ നിങ്ങൾ നടത്തുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പ്രോപ്പർട്ടീസിനെ സെഗ്രിഗേറ്റ് ചെയ്യുക, ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു യൂണിറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്, അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഫ്യൂച്ചർ റെൻ്റൽ ആയിക്കോട്ടെ, അതിൻ്റെ റീസെയിൽ ആയിക്കോട്ടെ, എന്ത് ഫാക്ടറാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായി ദുബായിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുമ്പോൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്, കൺസൾട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആദ്യം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഏത് വേണമെന്ന് ചൂസ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ ഇനി ദുബായ് റിയൽ എസ്റ്റേറ്റിൽ പ്രൈസ് കുറയും, കറക്ഷൻ വരുമെന്ന് വിചാരിച്ചിരിക്കാതെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വരിക. നല്ല പ്രോപ്പർട്ടീസ് ഇപ്പോഴും ദുബായിലുണ്ട്. കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ ദുബായിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടം വരില്ല. ദുബായ് പ്രോപ്പർട്ടീസ് ഇതിപ്പോൾ ദുബായിലായിക്കോട്ടെ, ലോകത്ത് എവിടെ ആയിക്കോട്ടെ, റൈറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾ പ്രോപ്പർട്ടി പ്രൈസ് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദുബായിൽ ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് ടിപ്സിന് വേണ്ടിയിട്ടും ദുബായിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.